CPM-ന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി PR വർക്കുകൾ തയ്യാറാക്കുക, ആ PR വർക്കൊക്കെ അപ്പാടെ പൊളിയുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു PR വർക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു കപ്പ് കൊടുത്തിട്ട് ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വാചകങ്ങൾ എഴുതി വെച്ചത്. പിന്നീടുള്ള ഒരു PR വർക്ക് കണ്ടത് മന്ത്രിയായിരുന്ന വീണ ജോർജിനെ ഒരു സ്ത്രീ ഒരു കാരണവുമില്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതാണ്. എന്തിനാണ് കരഞ്ഞത് എന്ന് ആ സ്ത്രീക്കോ അല്ലെങ്കിൽ വീണ ജോർജിനോ അറിയില്ല. ഇതൊക്കെ PR വർക്കാണ്. അതുപോലെ MV ഗോവിന്ദൻ പറഞ്ഞ വാചകങ്ങളിലൊക്കെ തന്നെ PR വർക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നും പറയുന്നു. ഈ PR വർക്കുകളുടെയൊക്കെ ആശാൻ എന്ന് പറയുന്നത് MV നികേഷ് കുമാർ എന്ന വ്യക്തിയാണ്. അതായത് നികേഷ് കനഗോലു, കോൺഗ്രസിൻ്റെ PR വർക്ക് വിദഗ്ധനാണ് സുനിൽ കനഗോലു. അതുപോലെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് നികേഷ് കനഗോലു എന്നാണ്. കിണറേഷ് കനഗോലു എന്നും പരിഹാസ രൂപേണ ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇദ്ദേഹം അഴീക്കോട് മത്സരിച്ചപ്പോൾ അവിടെ കിണറ്റിൽ ഇറങ്ങുന്ന ഒരു ചിത്രം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. എന്തായാലും ശരി, ഈ PR വർക്ക് വിദഗ്ധൻ ഇപ്പോൾ എവിടെ? മുങ്ങിയിരിക്കുകയാണ്, ഒരു വിവരവുമില്ല. CPM-നെ ഇടതുപക്ഷത്തെ തകർത്ത് എറിയുന്ന PR വർക്കായിരുന്നു ഇത്. ഈ PR വർക്ക് മനഃപൂർവ്വം ചെയ്തതാണോ? കാരണം സ്വന്തം അച്ഛനെ ബുദ്ധിമുട്ടിച്ചവരെ, വേദനിപ്പിച്ചവരെ, സ്വന്തം അച്ഛനെ ചവിട്ടി പുറത്താക്കിയവരെ ഒതുക്കാനായി അതേ പാളയത്തിൽ കടന്നുകൂടി അവർക്കിട്ട് പണി കൊടുക്കുകയായിരുന്നോ MV നികേഷ് കുമാർ ചെയ്തത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്തായാലും എതിർ പാർട്ടിക്കാരെ, അതായത് BJP-ക്കാരെയും കോൺഗ്രസ്സുകാരെയും അടക്കം എല്ലാവരെയും സൈബർ ഇടങ്ങളിലൂടെ ക്രൂരമായ ആക്രമണമാണ് ഈ MV നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത്. അതിനുശേഷം ഈ സംഘത്തിലുണ്ടായിരുന്ന പലരും ഇദ്ദേഹത്തോട് പിണങ്ങിപ്പോവുകയും ചെയ്തു. ദേശാഭിമാനിയിലെ ചിലരൊക്കെ തന്നെ പിണങ്ങിപ്പോയി. കുറേ പത്രപ്രവർത്തകരെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ PR ഏജൻസിയായി എന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ ധരിച്ചിരുന്ന പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിൻ്റെ മണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയാൻ. ഇദ്ദേഹം എന്ത് PR വർക്കാണ് നടത്തിയത്? PR വർക്കെല്ലാം തന്നെ തിരിഞ്ഞുകൊത്തുകയായിരുന്നു, പരിഹാസ്യമാവുകയായിരുന്നു CPM-ഉം ഇടതുപക്ഷവും എന്നതിലും നമുക്കാർക്കും ഒരു തർക്കവുമില്ല. എന്തായാലും CPM-നെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് തുന്നം പാടിച്ച ശേഷം ഈ മനുഷ്യനെ ആരും കണ്ടുവരില്ല. ആർക്കും ആരോടുമൊന്നും പറയാനില്ല. എവിടെ MV നികേഷ് കുമാർ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഇവിടെ BJP കോൺഗ്രസ് ഡീലുണ്ട് CPM-നെ തോൽപ്പിക്കാൻ എന്നുള്ള നമ്പർ ഇറക്കി. അങ്ങനെ നിരവധി നമ്പറുകൾ, യാതൊരു യുക്തിയുമില്ലാത്ത കുറേ നമ്പറുകൾ ഇറക്കി എന്നുള്ളതല്ലാതെ ഇദ്ദേഹം എന്ത് PR വർക്കാണ് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. CPM-നെ തകർക്കാനുള്ള PR വർക്കാണ്, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള PR വർക്കാണ് MV നികേഷ് കുമാർ ചെയ്തത്. ഇദ്ദേഹം ഇപ്പോഴും റിപ്പോർട്ടർ TV-യുടെ ഉടമസ്ഥൻ തന്നെയാണ്, ഉടമസ്ഥന്മാരിൽ ഒരാൾ തന്നെയാണ് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടർ TV വിട്ടിട്ടില്ല. തൽക്കാലത്തേക്ക് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ക്ഷണിതാവായിട്ട് സംസ്ഥാന സമിതിയിലേക്ക് പോയ വ്യക്തിയാണ്. അതിനിടയ്ക്കാണ് ഈ ഒരു PR വർക്ക് ഏറ്റെടുക്കുകയും വലിയ വലിയ വാഗ്വാദങ്ങൾ ഒക്കെ തന്നെ നടത്തുകയും ഒക്കെ ചെയ്തത്. MV നികേഷ് കുമാർ എവിടെ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സഖാക്കൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. വലിയ PR വർക്കും വലിയ PR ഏജന്റ് പരിപാടികളുമൊക്കെ നടത്തിയിട്ട് നിങ്ങളെ തന്നെ തോൽപ്പിച്ച ഈ മഹാനുഭാവനെ നിങ്ങൾ മാലയിട്ട് രക്തഹാരമണിയിച്ച് സ്വീകരിക്കണം. പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡും കൊടുക്കണം. ഇനിയിപ്പോൾ സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള അവാർഡുകളോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിൻ്റെ അവാർഡൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, ഭരണമില്ലല്ലോ. അതുകൊണ്ട് AKG ഭവൻ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മറ്റോ അവാർഡ് തീർച്ചയായിട്ടും MV നികേഷ് കുമാറിന് കൊടുക്കണം. അദ്ദേഹത്തെ ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം, എവിടെയാണ് പോയത്. ഈ തോൽവിക്ക് ശേഷം ഈ മനുഷ്യനെ കണ്ടവരാരും ഈ പാരില്ല എന്ന് പറയുന്നത് പോലെ MV നികേഷ് കുമാറിനെ ആരും കണ്ടവരില്ല. ഒന്ന് കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു പുരസ്കാരം ഇദ്ദേഹത്തിന് കൊടുക്കണം. ഇത്രയും വലിയ തോൽവി, 35 സീറ്റ് ഇടതുപക്ഷത്തിന്, മന്ത്രിമാരിൽ ഭൂരിഭാഗവും തോറ്റു. സജി ചെറിയാനും ബാലഗോപാലും പിന്നെ GR അനിലും അവർ മാത്രമേ ജയിച്ചുള്ളൂ, ബാക്കി എല്ലാവരും തോറ്റു. മുഖ്യമന്ത്രി തോറ്റേനെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ധർമ്മടത്ത് തോൽവിയുടെ ഒരു മണം വന്നതാണ്. അപ്പം ഏറ്റവും പ്രമുഖരായ നേതാക്കളെ വരെ തോൽപ്പിക്കുന്ന PR വർക്ക് നടത്തുന്ന MV നികേഷ് കുമാറിന് ലാൽ സലാം.